ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി. മകന്റെയും ഡോക്ടർമാരുടെയും നിർദ്ദേശങ്ങളോട് എംഎൽഎ പ്രതികരിച്ചു. തലയുടെയും നട്ടലിന്റെയും പരിക്കിലും പുരോഗതിയുണ്ട്. അതേസമയം അപകടത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. സ്റ്റേഡിയത്തിൽ പരിപാടി നടത്താൻ അനുമതിയില്ലാതെയെന്ന് കൊച്ചി കോർപ്പറേഷൻ അറിയിച്ചു. കെ ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പറയാനായി ഇന്ന് ഡോക്ടർമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ അറിയിച്ചത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ആശാവഹമായൊരു പുരോഗതി ഉമാ തോമസിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതായത് ഉമാ തോമസിനോട് സംസാരിക്കുമ്പോൾ അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൈകാലുകൾ ചലിപ്പിക്കുകയും കണ്ണു തുറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഡോക്ടർമാർക്ക് പുറമെ ഉമാ തോമസിൻ്റെ മകനും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മകൻ പറഞ്ഞതും അതുതന്നെയാണ്. അമ്മയോട് ഇത്തരത്തിൽ കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണുറന്നു, കൈകാലുകൾ ചലിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു. അത്തരത്തിൽ ആശാവഹമായൊരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഡോക്ടർമാർ കൂട്ടിച്ചേർത്തത് അപകടനില പൂർണ്ണമായും തരണം ചെയ്തു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കാരണം വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. ന്യൂമോണിയ അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഈ വെന്റിലേറ്ററിൽ തൽക്കാലം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും ആരോഗ്യനില സംബന്ധിച്ച് ഇന്ന് ഡോക്ടർമാർ പ്രതികരിക്കുകയുണ്ടായി. അതേസമയം ഈ സംഭവം സംബന്ധിച്ച് പോലീസ് കേസെടുത്ത അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. സംഘടനത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്.